ജെ പി അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ലഗ്നരാശിയെക്കുറിച്ചാണ്. ശാരീരികമായ അസ്വസ്ഥതയുടെ പേരിലും അല്ലാതെയുമൊക്കെ പലരും ചില സംശയങ്ങളൊക്കെ ചോദിക്കാറ്. അപ്പോൾ അത് കൂടുതലും ശരീരത്തെ സംബന്ധിച്ച ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെയൊക്കെയുള്ള വിഷയങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ലഗ്നത്തെ കൊണ്ട് ഈ വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത്. ലഗ്നം എന്ന് പറയുമ്പോൾ പേഴ്സണാലിറ്റിയാണ്. ശരീരത്തിൻ്റെ ഓരോ അവസ്ഥയെക്കുറിച്ചും ഗുണദോഷങ്ങളെക്കുറിച്ചും, ശരീരത്തിൻ്റെ അവസ്ഥ, ആരോഗ്യം, സൗന്ദര്യം, അതുപോലെ തന്നെ ജയം, കീർത്തി, ശക്തി, ഓജസ്, ഇങ്ങനെയൊക്കെയുള്ള ആ ശരീരത്തിൻ്റെ ഗുണദോഷങ്ങൾ, അതുപോലെ ബലാബലം, സുഖം, ശരീരത്തിൻ്റെ സുഖാവസ്ഥ അല്ലെങ്കിൽ മോശമായ അവസ്ഥ, ഇതെല്ലാം തന്നെയാണ് ലഗ്നത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. നമുക്ക് വീഡിയോയിൽ ഇപ്പോൾ മേടരാശി ലഗ്നത്തിൽ ജനിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച്, മേടൻ രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അത് ചൊവ്വയുടെ ക്ഷേത്രമാണ്. അതുപോലെ തന്നെ സൂര്യൻ്റെ ഉച്ചരാശിയുമാണ് മേടം. അപ്പോൾ മേടം ലഗ്നത്തിൻ്റെ എംബ്ലം അല്ലെങ്കിൽ അടയാളം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അത് ആടിനെയാണ് സാധാരണ ഇത് സൂചിപ്പിക്കുന്നത്. മേടൻ രാശിയുടെ അധിപൻ ചൊവ്വ ആയതുകൊണ്ട് ലഗ്നാധിപൻ ആരാണ് എന്ന് ചിന്തിക്കുമ്പോൾ അത് ചൊവ്വ ആയിരിക്കുമല്ലോ. ചൊവ്വയ്ക്ക് സൂര്യൻ, ചന്ദ്രൻ, വ്യാഴം ഇവർ ബന്ധുക്കളാണ്. ചൊവ്വയ്ക്ക് ശുക്രനും ശനിയും സമനുവും. ചൊവ്വയ്ക്ക് ബുധനാണെങ്കിൽ ശത്രുവും. അത് ഞാനിവിടെ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ലഗ്നത്തിൻ്റെ സ്വഭാവവിശേഷങ്ങൾ ചിന്തിക്കുമ്പോൾ ലഗ്നാധിപനെയും അതിൻ്റെ ശത്രുമിത്ര ഭാവങ്ങളെയും ഒക്കെ നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അതിനുവേണ്ടി പറഞ്ഞു. മേടം ലഗ്നത്തിൽ ജനിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇച്ചിരി എടുത്തുചാട്ടവും ഇച്ചിരി ചൂടും അതുപോലെ കോപവും, വലിയ അഭിമാനികൾ, ദുരഭിമാനവും ചിലർക്ക് വരാം, ചിലർക്ക് അഭിമാനവും, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതി. ബന്ധുക്കളുമായിട്ട് അങ്ങനെ യോജിച്ചു പോകത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ ഒരു പറയുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പെട്ടെന്ന് പ്രതികരിക്കും, ചൂടാകുന്നു, അതായത് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവക്കാർ വരും. അതുപോലെ എന്തിനെ നേരിടണം എന്നുള്ള ഒരു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ അതിനെ നേരിടണം എന്നുള്ള ഒരു ആവേശം, അതുപോലെ ഇച്ചിരി സാഹസ പ്രവർത്തികളൊക്കെ ചെയ്യണമെന്ന് തോന്നും. എന്ന് പറഞ്ഞാൽ കായികമായ കാര്യങ്ങളാണ് ചൊവ്വയ്ക്ക് കൂടുതലും വരുന്നത്. അല്ലാതെ ആലോചിച്ച് പ്രവർത്തിക്കുന്നതോ അല്ലെങ്കിൽ ഒരു സംയമനത്തോടെ കാര്യങ്ങളെ നേരിടാനുള്ള ഒരു ശേഷിയോ ഒന്നും കൂടുതലായിട്ട് ഇല്ല. എന്നാൽ ഇവർ വലിയ ധൈര്യശാലികളാണെന്നും പറഞ്ഞ് എന്തിനേയും മുന്നേ ചാടി വീഴുകയും എടുക്കുകയൊക്കെ ചെയ്യും. ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്കൊരു ഭയം ഉണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ബന്ധുക്കളുമായിട്ടൊക്കെ പല കാര്യത്തിലും ഒരു പിന്നെ ശരീരപ്രകൃതി നോക്കുമ്പോൾ ഒരുപാട് വണ്ണവും കുടവയറും ഒന്നും കാണത്തില്ല. സാമാന്യം ഒതുങ്ങിയ ശരീരമായിരിക്കും, എങ്കിലും നല്ല ആരോഗ്യപുഷ്ടിയുള്ള ശരീരമായിട്ടാണ് പലപ്പോഴും കാണാറുള്ളത്. പിന്നെ ഇവരെ സംബന്ധിച്ച് മറ്റുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഏത് കാര്യത്തിലായാലും ഇപ്പോൾ എന്തെങ്കിലും ഒരു സംഭവമോ എന്തെങ്കിലും ഒരു ചർച്ചയോ എന്തെങ്കിലും ഒരു അഭിപ്രായമോ പറയും, വിവാദം ഉണ്ടാക്കാൻ, അതായത് പെട്ടെന്ന് അതിനെ എതിർക്കാനും, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത വ്യക്തിയാണ് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഉടനെ അതുമായിട്ട് വിവാദം, അങ്ങനെയൊക്കെയുള്ള, അതുപോലെ ചില ആരോപണങ്ങൾ വരും, അങ്ങനെയൊക്കെ വരാം. പിന്നെ സാമ്പത്തികമായ കാര്യം ചിന്തിക്കുമ്പം സ്ഥിരമായ ഒരു ധനം ഇവരെ സംബന്ധിച്ച് നിലനിൽക്കുന്നില്ല. അതിങ്ങനെ കൂടിയും കുറഞ്ഞും ചിലപ്പോൾ കുറേ കാശ് കൂടുതൽ കിട്ടും, അതനുസരിച്ച് അവർ ജീവിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. അങ്ങനെയുള്ള ഒരു അസ്ഥിരമായ ഒരു ധനവ്യവസ്ഥയായിരിക്കും ഇവർ. പിന്നെ കൂടുതലും സ്ത്രീകളെ സംബന്ധിച്ച് പറയുമ്പോൾ സ്ത്രീകൾക്ക് ഇവരോടൊരു പ്രത്യേക മമതയൊക്കെ കാണും. കാരണം ഇവരുടെ ആ ഒരു ശാരീരിക ഘടന ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇഷ്ടമൊക്കെ വരും. അതുപോലെ വൃത്തത്തിലുള്ള ഉണ്ടക്കണ്ണ് അല്ലെങ്കിൽ വട്ട നിറത്തിലുള്ള താമ്ര നിറമുള്ള കണ്ണുകളോട് കൂടിയതെന്നൊക്കെയാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. പിന്നെ ഇവർക്ക് എല്ലാ സമയത്തും സത്യസന്ധത എന്നുള്ള കാര്യമൊന്നുമില്ല. സന്ദർഭം പോലെ ഇവർ ആ ഒരു രീതിയിൽ എന്ന് പറയുമ്പം ഇവരെ ബുദ്ധിയും അതുപോലെ അറിവുമല്ല കൂടുതലും ഭരിക്കുന്നത്, അന്നേരത്തെ ആവേശവും അന്നേരത്തെ ആ ഒരു ധൈര്യവും അതും ഇതൊക്കെയാണ്. അപ്പോൾ അതനുസരിച്ച് തന്നെ അവർ ചിലപ്പം മാറി ചിന്തിക്കും. ആ സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ വേണമെങ്കിൽ ഇവർ ജയിക്കാൻ വേണ്ടി പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടത്തിലും. അതുപോലെ തന്നെ ഈ നീന്തൽ, വെള്ളത്തിൽ നീന്താനും കളിക്കാനും ഒന്നും ഇവർ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ തന്നെ ജലവാഹനങ്ങളിൽ, വള്ളം, ബോട്ട് ഇങ്ങനെയൊക്കെ ഉള്ളതിൽ യാത്ര ചെയ്യാനും ഇവർ കൂടുതലായിട്ട് ഇഷ്ടപ്പെടാത്തവർ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കാട്, വനം, അങ്ങനെയൊക്കെയുള്ള സ്ഥലം, അതായത് ഒഴിഞ്ഞ കൂടുകൾ, ഗ്രാമപ്രദേശങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള
സ്ഥലങ്ങളിൽ സഞ്ചരിക്കാനും മല കയറാനും അതുപോലെ കാട് കയറാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് വലിയ താല്പര്യമുള്ള, ഇച്ചിരി സാഹസമായാലും അതൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. പിന്നെ ഭക്ഷണം എന്ന് പറയുമ്പം ഇവരെ സംബന്ധിച്ച് ചിലർ, കൂടുതലും പേർക്ക് ഈ നോൺ വെജിനോടൊന്നും വലിയ താല്പര്യം, അതായത് ഇറച്ചിയും മീനും ഉണ്ടെങ്കിലേ ഭക്ഷണം കഴിക്കും, അങ്ങനെയുള്ള നിർബന്ധമൊന്നും ഇവർ ഉണ്ടെങ്കിൽ ഇവർക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഇവർ കൂടുതൽ കഴിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് വേഗത്തിൽ ഭക്ഷിക്കുകയും കൂടുതൽ ഭക്ഷിക്കുകയൊക്കെ ചെയ്യും. ഇഷ്ടമില്ലാത്ത ഭക്ഷണമൊക്കെ ആണെങ്കിൽ അതിനോട് വലിയ താല്പര്യവും ഇവരങ്ങനെ കാണിക്കാറില്ല. എന്നാലും ഭക്ഷണത്തിൽ ഇവർ പ്രിയരാണ്. കാരണം എന്ത് കിട്ടിയാലും കഴിക്കണം എന്നുള്ള ഒരാഗ്രഹം. അതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. ചിലരാണെങ്കിൽ ഈ പാൻ ഉപയോഗിക്കുന്നവരോ അല്ലെങ്കിൽ എന്ത് സാധനം എന്ന് പറയാൻ എപ്പോഴും ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കാനും അതുപോലെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാനും കൂടെ കഴിച്ചുകൊണ്ടിരിക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലൊക്കെ ഇവർക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ ചിലർ, കൂടുതലും പേർക്ക് ഈ മേടലഗ്നക്കാരെ സംബന്ധിച്ച് മുട്ടിന് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരാറുണ്ട്. മുട്ടുവേദന, അതുപോലുള്ള ബലക്കുറവ്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ചൊവ്വ ഇഷ്ടഭാവത്തിലൊന്നും അല്ല എങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അപകട സാധ്യതകളും അതുപോലെ തട്ടമുട്ട് അതുപോലെയൊക്കെയുള്ള മുറിവ്, വ്രണം, ഇങ്ങനെയൊക്കെയുള്ള അടയാളങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഈ മേടലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എങ്കിലും ഇവർ വലിയ ധൈര്യശാലികളായിട്ട് ഭാവിക്കുകയും എടുത്തിയാട്ടക്കാരായി ഇച്ചിരി കോപിഷ്ഠരായിട്ടൊക്കെ ജീവിക്കുകയും ആവേശത്തോടെ ഞാൻ എന്തും സാധിക്കും, എന്തും ചെയ്യും, അങ്ങനെയൊക്കെയുള്ള ഒരു വിചാരത്തോടു കൂടി ജീവിക്കുന്നവരാണ്. ഇടവലഗ്നക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് ഇച്ചിരി ക്ഷമാശീലമുള്ളവരും അതുപോലെ ത്യാഗമനോഭാവമുള്ളവരും ആരെയും സഹായിക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി ഉള്ളവരും മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളവരും അതുപോലെ തന്നെ അവരുടെ ശരീരമെന്ന് പറഞ്ഞാൽ അത്ര മെലിഞ്ഞ ശരീരമൊന്നുമല്ല, ഇച്ചിരി വണ്ണവും നല്ല ശരീരപുഷ്ടിയും ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അതുപോലെ കാഴ്ച അല്പം സൗന്ദര്യമൊക്കെ ഉള്ളവരാണ് ഈ ഇടവലഗ്നക്കാർ. കാരണം ഇടവലഗ്നത്തിൻ്റെ അധിപനെന്ന് പറഞ്ഞാൽ ശുക്രനാണ്. അപ്പോൾ ശുക്രൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സുഖലോലുപത തരുന്നതാണ്. ഇവർ കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്യുമെങ്കിലും സുഖത്തിന് വേണ്ടിയാണ് ഇവരിതെല്ലാം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നന്നായി ജീവിക്കാൻ സാധിക്കുമെങ്കിൽ കഷ്ടപ്പെടാനും ബുദ്ധിമുട്ടാനും ഒക്കെ ഇവർക്ക് വളരെ താല്പര്യമുള്ള കൂട്ടത്തിലാണ്, മടിയൊന്നുമുള്ള കൂട്ടത്തിലല്ല. അതുപോലെ കൃഷിഭൂമിയും വസ്തുക്കളും അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇടവൻ രാശി എന്ന് പറയുമ്പം വയലും കൃഷിയും ഒക്കെ സൂചിപ്പിക്കുന്ന, അപ്പം അങ്ങനെയൊക്കെയുള്ള ഭൂപ്രദേശങ്ങൾ ഒക്കെ അവർക്ക് ലഭിക്കാനും അതുപോലെ കൃഷിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും ഒക്കെ താല്പര്യമുള്ളവരുമാണ്. അതുപോലെ ഈശ്വരവിശ്വാസം, പ്രായമുള്ളവരെയും അതുപോലെ തന്നെ അധ്യാപകരോടും ഗുരുക്കന്മാരോടും ഒക്കെ ബഹുമാനവും അതുപോലെ ക്ഷേത്രത്തിലൊക്കെ പോകാൻ താല്പര്യവും അല്പം ഈശ്വരവിചാരവും ഒക്കെ ഉള്ളവരാണ് ഈ ഇടവം ലഗ്നത്തിൽ ജനിക്കുന്നവരെ സംബന്ധിച്ച് പറയും. പിന്നെ ഇവരുടെ ജീവിതത്തെ സംബന്ധിച്ച് പറയുമ്പം ഇവരുടെ ജീവിതത്തിലെ ആദ്യഘട്ടം വളരെ കഷ്ടതയും ഇച്ചിരി ബുദ്ധിമുട്ടും ഒക്കെ നിറഞ്ഞതായിരിക്കും. ഒരാളിൻ്റെ ജീവിതം മൂന്നായിട്ട് തിരിച്ചാൽ, ഇപ്പോൾ 75 വയസ്സ് വരെയോ അല്ലെങ്കിൽ 90 വയസ്സ് വരെ 80 വയസ്സ് വരെ നമ്മൾ എത്രയാണോ ഒരു ഏകദേശ കണക്കെടുക്കുന്നത് അതിൻ്റെ 1/3 ആദ്യ ഭാഗമെന്ന്. അപ്പോൾ ആദ്യത്തെ 1/3 കാലഘട്ടം, ചെറുപ്പകാലം, ഇവരെ സംബന്ധിച്ചിടത്തോളം അല്പം കഷ്ടകാലമായിരിക്കും. വലിയ സുഖമൊന്നും ഇവർക്കുണ്ടാകത്തില്ല. എന്നാൽ മധ്യത്തിലും അന്ത്യത്തിലും, അതായത് ഒരു ഏകദേശം വിവാഹപ്രായമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ വിവാഹമൊക്കെ കഴിഞ്ഞ് കുട്ടികളുമൊക്കെ ആയി കുടുംബജീവിതമൊക്കെ ആയതിനു ശേഷമായിരിക്കും ഇവരൊരു സുഖമൊക്കെ അനുഭവിച്ചു തുടങ്ങുന്നത്. അങ്ങനെ വരും. അതുകൊണ്ടാണ് ഈ മധ്യത്തിലും ജീവിതത്തിൻ്റെ അന്ത്യത്തിലുമൊക്കെ ഇവർ അല്പം സുഖം അനുഭവിക്കുന്നവരാണ് എന്ന് പറയുന്നത്. നല്ല ബോധമുള്ളവരാണിവർ. അതുകൊണ്ട് തന്നെ വിദ്വാൻമാരായിട്ട് ഇവരെ പറയുന്നുണ്ട്. അതായത് അത്യാവശ്യത്തിന് വിദ്യാഭ്യാസവും വിവരവും ബോധവും ഒക്കെ ഉള്ള ഒരു കൂട്ടരാണ് ഈ ഇടവലഗ്നക്കാർ. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിൽ ഇവരെ സംസാരിക്കാനും അതുപോലെ തന്നെ എതിർക്കാനും, ഇപ്പോൾ ഒരു ചർച്ചയോ വല്ലതും നടക്കുകയാണെങ്കിൽ ആ ചർച്ചയിൽ ഇവർ വളരെ ഗംഭീരമായിട്ട് തന്നെ പെർഫോമൻസ് നടത്തും. അവരുടെ ഭാഗം അവർ ന്യായീകരിക്കുകയും ചെയ്യും. അത് ശാസ്ത്രീയമായി തന്നെ അവർ അവതരിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ചില താല്പര്യവും അതുപോലെ കഴിവും അവരെ സംബന്ധിച്ചുണ്ട്. ശുക്രനായതുകൊണ്ട് തന്നെ ശുക്രൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാഴ്ചയിൽ, സ്ത്രീ ആയാലും പുരുഷനായാലും കാഴ്ചയ്ക്ക് അത്ര മോശമൊന്നും ആയിരിക്കത്തില്ല. അത് ചിലപ്പോൾ നിറം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അത് ചിലപ്പോൾ വെളുത്ത നിറവും വരാം, കറുത്ത നിറവും വരാം. കാരണം അത് അപ്പോഴത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലും ശുക്രനുമായിട്ടും ഇടവൻ രാശിയിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്. എന്തായാലും വെളുത്ത നിറമായാലും ഇരുണ്ട നിറമായാലും കറുത്ത നിറമായാലും ഏത് നിറമായാലും കാണാൻ ഒരു സൗന്ദര്യം അവർക്കുണ്ടായിരിക്കും എന്നുള്ളതാണ്. സ്ത്രീ ആയാലും
പുരുഷനായാലും. പിന്നെ ഇവരുടെ പുറകുഭാഗത്തായിട്ട് ഏതെങ്കിലും ഒരു അടയാളം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് ജന്മനാ ഉള്ളതായിരിക്കാനും സാധ്യതയുണ്ട്. ഈ ഇടവം ലഗ്നക്കാരെ സംബന്ധിച്ച് പറയുമ്പം ഇടവം ലഗ്നത്തിൽ ജനിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ സന്താനങ്ങളുടെ കാര്യത്തിൽ ആൺകുട്ടികളെക്കാൾ കൂടുതലും പേർക്ക് പെൺകുട്ടികളാണ് ഇവർക്കുണ്ടായിട്ടുള്ളത്. എന്നാൽ ആൺകുട്ടികളും ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കൂടുതലും ഇവരുടെ മക്കളെ സംബന്ധിച്ച് 1, 2, 3 കുട്ടികളുണ്ടെങ്കിൽ 2 കുട്ടികൾ പെണ്ണായിരിക്കും, 1 കുട്ടിയായിരിക്കും ആണ്. ചിലപ്പോൾ 2 ഉണ്ടെങ്കിൽ 2 പെൺകുട്ടികളായിരിക്കും. അപൂർവമായി ചിലർക്ക് ആൺകുട്ടികളും ജനിക്കാറുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.